ഓം നമോ നാരായണായ. ഇന്ന് കുചേല ദിനം. ധനുമാസത്തിലെ ആദ്യ ബുധനാഴ്ചയാണ് കുചേല ദിനമായി കൃഷ്ണഭക്തന്മാർ ആചരിക്കുന്നത്. ദരിദ്രനായ കുചേലൻ തൻ്റെ ഭാര്യയുടെ നിർബന്ധപ്രകാരം ഭഗവാൻ ശ്രീകൃഷ്ണനെ കാണുവാൻ ദ്വാരകയിൽ എത്തി. ഗോപുരവാതിലിൽ എത്തിയ കുചേലനെ ഭഗവാൻ ഓടിവന്ന് സ്വീകരിച്ചു. തുടർന്ന് തൻ്റെ സിംഹാസനത്തിൽ ഇരുത്തി. തുടർന്ന് ആ മുഷിഞ്ഞ അവിൽപ്പൊതി തുറന്ന് ആ അവിൽ ഭഗവാൻ സേവിച്ച് തൻ്റെ ദരിദ്രനായ സുഹൃത്തിനെ കുബേര സമാനമാക്കിയ ആ ദിനമാണ് കുചേല ദിനമായി നാം ആചരിക്കുന്നത്. ഇന്നേ ദിനം ആയിരക്കണക്കിന് അവിൽപ്പൊതികൾ ഗുരുവായൂരും മഹാവിഷ്ണു ക്ഷേത്രങ്ങളിലും ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലും കാണിക്കയായി സമർപ്പിക്കുന്നു. ഈ അവിൽപ്പൊതി ഭക്തിയോടെ ഭഗവാന് സമർപ്പിക്കുമ്പോൾ ദുരിതങ്ങൾ, കടങ്ങൾ എന്നിവ അകലുകയും ജീവിതത്തിൽ പുരോഗതി, അഭിവൃദ്ധി, സന്തോഷം എന്നിവ ഉണ്ടാകുകയും ചെയ്യുന്നു എന്നാണ് വിശ്വാസം. സാമ്പത്തികമായ അഭിവൃദ്ധി മാത്രമല്ല, മറിച്ച് ഗൃഹ ദുരിതങ്ങളും മാനസിക ശാരീരിക വ്യഥകളും അകലുന്നു. ഈ ദിവസത്തെ ഗുരുവായൂർ ക്ഷേത്ര ദർശനം ഭാഗ്യവും ധനസമൃദ്ധിയും സമ്മാനിക്കും എന്നാണ് വിശ്വാസം. എന്നാൽ ഇന്നേ ദിനം ഗുരുവായൂർ ക്ഷേത്രത്തിലോ മറ്റ് ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലോ പോകുവാൻ സാധിക്കാതെ വന്നാലോ അവർ ഭഗവാൻ പറഞ്ഞ ഈ വാക്കുകൾ ഓർക്കുക. കൈക്കൽ ധനം ഒന്നും ഇല്ലാത്തവൻ എനിക്ക് ഭക്തിയോടെ തരുന്ന കൈക്കുന്ന കാഞ്ഞിരക്കുരു പോലും അമൃതമായി ഭവിക്കുന്നു. അതേസമയം ഭക്തിഹീനന്മാരായ ഭക്തന്മാർ എനിക്ക് അമൃതം തന്നാലും ആ അമൃതം എനിക്ക് കയ്പിൻ്റെ പാരമ്പര്യമായുള്ള തിക്തകമായി ഭവിക്കുന്നു എന്നാണ്. അതിനാൽ എന്തെങ്കിലും കാരണത്താൽ ക്ഷേത്രദർശനം സാധ്യമായില്ലെങ്കിൽ ഭഗവത് പ്രീതിക്കായി വീട്ടിൽ ഇരുന്ന് ചെയ്യാവുന്ന അതിവിശേഷമായ 2 കർമ്മങ്ങൾ ഉണ്ട്. അതിൽ ആദ്യത്തേത് ഇതാണ്. അഷ്ടാദശ പുരാണങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായി ഗണിക്കുന്ന പുരാണമാണ് ഭാഗവത പുരാണം. ആ ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിലെ കുചേലോപാഖ്യാനം എന്ന അധ്യായം ഭക്തിപൂർവം വായിക്കുക. രണ്ടാമതായി ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അഷ്ടാക്ഷരീ മന്ത്രം ചൊല്ലുക. ഭഗവാന്റെ അഷ്ടാക്ഷരീ മന്ത്രത്തിലെ ഓരോ അക്ഷരവും അഷ്ടപ്രകൃതികളെ സൂചിപ്പിക്കുന്നു. അതിനാലാണ് ഈ മന്ത്രത്തിന് അഷ്ടാക്ഷരീ മന്ത്രം എന്ന പേര് വന്നത്. ആ അഷ്ടപ്രകൃതികൾ ഏതെല്ലാമാണെന്ന് കേട്ടോളൂ. ഭൂമി, ജലം, വായു, അഗ്നി, ആകാശം തുടങ്ങിയ പഞ്ചഭൂതങ്ങളും പിന്നെ മനസ്സ്, ബുദ്ധി, ചിന്ത എന്നിവയും ചേർന്നതാണ് അഷ്ടപ്രകൃതി. ഇതിൽ പഞ്ചഭൂതങ്ങൾ നമുക്ക് അനുകൂലമായാൽ ശാരീരികമായ എല്ലാ നന്മയും ആരോഗ്യവും, മനസ്സ്, ചിന്ത, ബുദ്ധി എന്നീ മാനസിക വികാരങ്ങൾ അനുകൂലമായാൽ ജീവിതത്തിൽ മനഃശാന്തി, നന്മ, സമാധാനം എന്നിവയും വന്നുചേരുന്നു. ആ സുപ്രസിദ്ധമായ അഷ്ടാക്ഷരീ മന്ത്രം ഇതാകുന്നു. ഓം നമോ നാരായണായ. സർവ ഐശ്വര്യങ്ങളുടെയും കാരകനായ ഭഗവാൻ മഹാവിഷ്ണുവിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വേണം ഈ മന്ത്രം ജപിക്കുവാൻ. ഈ ശക്തിയേറിയതും എന്നാൽ നന്നേ ലളിതവും ആയ മന്ത്രം ഈ ദിനത്തിൽ ഉരുവിട്ടുകൊണ്ടേയിരിക്കുക. മനസ്സിൽ ഉരുവിടുന്നത് ഉച്ചത്തിൽ ഉരുവിടുന്നതിൻ്റെ ഇരട്ടി ഫലമാണ് നൽകുക എന്ന് അറിയുക. ഈ മന്ത്രം സിദ്ധമന്ത്രം ആയതിനാൽ ഗുരുമുഖത്ത് നിന്ന് അഭ്യസിക്കേണ്ടതില്ല എന്ന പ്രത്യേകതയും ഈ മന്ത്രത്തിനുണ്ട്. സർവോപരി ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ മൂലമന്ത്രമാണ് ഈ അഷ്ടാക്ഷരീ മന്ത്രം. 1000 വർഷത്തോളം കാലിൽ കടിച്ചു പിടിച്ചു കിടന്ന മുതലയിൽ നിന്നും മുനിശാപം നിമിത്തം ആനയായി മാറിയ ഇന്ദ്രദ്യുമ്നൻ എന്ന രാജാവിന് ശാപമോക്ഷം കിട്ടിയതും ഈ മന്ത്രം ജപിച്ചാണെന്ന് ഭാഗവതം 8ാം സ്കന്ധത്തിൽ ശ്രീ ശുകമഹർഷി പറയുന്നു. ഗജേന്ദ്രമോക്ഷം എന്നാണ് ഈ അധ്യായത്തിൻ്റെ പേര്. ഭൗതികമായ ആഗ്രഹങ്ങളും രോഗശാന്തിയും ശത്രുനാശവും ആത്മീയമായ ഉന്നതിയും ഒരുപോലെ നൽകുവാൻ സിദ്ധിയുള്ള ഭഗവാന്റെ ഈ അപാരശക്തിയുള്ള നാമം ഇന്നേ ദിനം ഭഗവാന്റെ തേജോമയമായ മുഖം മനസ്സിൽ ഉറപ്പിച്ച് ഭക്തിയോടെ വിശ്വാസപൂർവം ചൊല്ലുക. അങ്ങനെ ഈ കുചേല ദിനത്തിൽ മനസ്സാകുന്ന അവിൽപ്പൊതി ഭഗവാന് മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് ഭഗവാന്റെ കൃപാകടാക്ഷങ്ങൾക്ക് നമുക്ക് പാത്രീഭൂതരാകാം. ഓം നമോ നാരായണായ. ഏവർക്കും നന്ദി, നമസ്കാരം.